അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1501, സൂറത്തുൽ ഇസ്രാ 45 മുതൽ 48 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قَرَأْتَ الْقُرْآنَ جَعَلْنَا بَيْنَكَ وَبَيْنَ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ حِجَابًا مَسْتُورًا وَجَعَلْنَا عَلَى قُلُوبِهِمْ أَكِنَّةً أَن يَفْقَهُوهُ وَفِي آذَانِهِمْ وَقْرًا وَإِذَا ذَكَرْتَ رَبَّكَ فِي الْقُرْآنِ وَحْدَهُ وَلَّوْا عَلَى أَدْبَارِهِمْ نُفُورًا نحن أعلم بما يستمعون إليك إذ يستمعون إليك وإذ هم نجوى نحن أعلم بما يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذا قرأت القرآن തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, തങ്ങളുടെയും പരലോകം കൊണ്ട് വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ നാം വെക്കുന്നതാണ്, നിശ്ചയിക്കുന്നതാണ് ഹിജാബം മസ്തൂറ, ദൃശ്യമല്ലാത്ത ഒരു മറ, തങ്ങളവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു മറ നാം നിശ്ചയിക്കുന്നതാണ്. വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, അവരുടെ ഹൃദയങ്ങളുടെ മേലിൽ നാം മൂടികൾ വെക്കുന്നു. അയ്യഫ്ഖഹൂഹു, അവർ ഖുർആൻ ഗ്രഹിക്കുന്നതിന് തടസ്സമായിട്ട്. വഫി ആദാനിഹിം വഖറ, അവരുടെ കാതുകളിൽ ഒരു തരം ഭാരവും നാം വെക്കുന്നതാണ്. വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹ്ദ, ഖുർആനിലൂടെ തങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിച്ചാൽ വല്ലൗ അലാ അദ്ബാരിഹിം നുഫൂറ, അവർ വിറളിയെടുത്ത് പുറംതിരിഞ്ഞു പോകുന്നതാണ്. നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി, അവർ എന്താണ് ശ്രദ്ധിച്ച് കേൾക്കുന്നതെന്ന് നാം നന്നായി അറിയുന്നവരാണ്. ഇത് യസ്തമിഊന ഇലൈക, തങ്ങളിലേക്ക് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്ന നേരത്ത് എന്താണ് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നതെന്ന് നാം നന്നായി അറിയും. വഇദ്ഹും നജ്വ, അവർ പരസ്പരം സംഭാഷണങ്ങൾ നടത്തുന്ന നേരത്തും അവരെന്താണ് പറയുന്നതെന്ന് നമുക്കറിയാം. ഇത് യഖൂലുൽ ളാലിമൂന, അക്രമികളായ ആളുകൾ പറയുന്ന നേരം മിൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ പിന്തുടരുന്നത് മാരണം ബാധിച്ചൊരു വ്യക്തിയെ മാത്രമാണ് എന്നവർ പറയുന്ന നേരത്ത്, അതായത് അവർ ഖുർആൻ ചിലപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് വരുത്തും. ആ വരുത്തുന്നതിൽ അവരുടെ ഉദ്ദേശം ദുഷ്ടലാക്കാണ്. അവരുടെ മനസ്സിലുള്ളത് എന്താണ്, എന്തെങ്കിലും ആക്ഷേപിക്കാൻ കിട്ടുമോ എന്നറിയാനാണ് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. അല്ലാതെ ഖുർആൻ ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളണം എന്ന സതുദ്ദേശപൂർണമല്ല അവരുടെ കേൾവി എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവർ ഖുർആൻ കേട്ടിട്ട് എന്താ പറയണത്, ഈ മുഹമ്മദ് നബിക്ക് എന്തോ സിഹർ ബാധിച്ചിട്ടുണ്ട്, മാരണം ബാധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് എന്തിനാ കേൾക്കാൻ പോണത് എന്നായിരിക്കും അവരുടെ സംഭാഷണം പരസ്പരം. ഉൻദുർ നബിയെ തങ്ങൾ നോക്കൂ, കൈഫ ദറബൂ ലക്കൽ അംസാൽ, തങ്ങൾക്ക് എങ്ങനെയാണ് അവർ ഉപമകൾ പറഞ്ഞുണ്ടാക്കിയതെന്ന്. ഫളല്ലു, അങ്ങനെ അവർ വഴിതെറ്റിപ്പോയി. ഫലാ യസ്തതിഊന സബീല, അപ്പോൾ അവർക്ക് ശരിയായ മാർഗം പ്രാപിക്കാൻ കഴിയുകയില്ല. തങ്ങളെപ്പറ്റി ഇവിടെ പറഞ്ഞത് സിഹർ ബാധിച്ചു എന്നാണ്. വേറെ ചിലർക്ക് അവർ പറയാ കള്ളക്കവിതകൾ മെനഞ്ഞുണ്ടാക്കുന്നയാളാണ് എന്നാണ്. വേറെ ചിലർക്ക് അവർ പറയുക നബി സല്ലല്ലാഹു നിങ്ങൾ നുണ പറയുകയാണ് എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായി ചിലർക്ക് ഭ്രാന്തനാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു നിങ്ങളെ സംബന്ധിച്ച് തരാതരം അവർക്ക് തോന്നിയതുപോലെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ആളുകളുടെ നിലപാട് അല്പം പോലും സതുദ്ദേശപരമല്ലെന്നും ദുഷ്ടലാക്കോടെയുള്ള ഇടപെടലും സംസാരങ്ങളും മാത്രമേ അവരിൽ നിന്ന് വരുന്നുള്ളൂവെന്നും
അതുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ അവർക്ക് അലർജിയാണെന്നും വിശുദ്ധ ഖുർആനിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിലേക്ക് മനുഷ്യൻ എത്താൻ ആവശ്യമായ സന്ദേശങ്ങൾ നൽകുമ്പോൾ ആ സന്ദേശങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ട എല്ലാ ദുഷ്ടലാക്കും അവർ നേരത്തെ തന്നെ മനസ്സിൽ കൊണ്ടു നടന്നപ്പോൾ അവർക്ക് അവരുടെ ദുഷ്ടലാക്കുമായി നടക്കാനുള്ള അവസരം അള്ളാഹു നൽകി. അതായത് നിർബന്ധപൂർവം അവരെ ശരിയിലേക്ക് കൊണ്ടുവരണം എന്ന് അള്ളാഹു നിർബന്ധിച്ചില്ല. അങ്ങനെയാണ് അള്ളാഹു തആല ഓരോരുത്തർക്കും നേരിന്റെയും തെറ്റിന്റെയും വഴികൾ കാണിച്ചു കൊടുക്കുകയും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള അധികാരം ഇഖ്തിയാർ നൽകുകയും സ്വാതന്ത്ര്യം നൽകുകയും സെലക്ട് ചെയ്തത് നല്ലതാണെങ്കിൽ പ്രതിഫലവും ചീത്തയാണെങ്കിൽ ശിക്ഷയും നൽകുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നൊരാൾ തെറ്റിന്റെ മാർഗം സ്വീകരിക്കുകയും അത് തെരഞ്ഞെടുക്കുകയും ചെയ്ത് വഴിതെറ്റിപ്പോയാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അവൻ തന്നെ ഏറ്റെടുക്കണം. കാരണം അല്ലാഹു തആല ഒന്നിനും ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധം അല്ലാഹു തആല ആളുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ മനസ്സിൽ മറ്റൊന്നിനും സ്ഥാനമില്ലാത്ത വിധം അത്തരൊരു ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുമായിരുന്നു. അவ்விധത്തിലൊരു സിസ്റ്റം അല്ലാഹു തആല ഉണ്ടാക്കുമായിരുന്നു. അതിനു പകരം അല്ലാഹു എന്താ ചെയ്തത്? അല്ലാഹു തആല ഓരോരുത്തരെയും അവരുടെ പാട്ടിന് വിട്ടു. നല്ലത് തെരഞ്ഞെടുത്താൽ അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചീത്ത തെരഞ്ഞെടുക്കാൻ അതിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നല്ലതിനെ മാത്രമേ ഞാൻ പൊരുത്തപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുകയുള്ളൂ. അതാണ് റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അല്ലാഹു തആല പറഞ്ഞത് അതാണ്. ഏത് മതവും തെരഞ്ഞെടുക്കാൻ, ഒരു മതവും വേണ്ടെന്ന് പറയാൻ ഒക്കെ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഗൗരവത്തോടെയും കൃത്യമായിട്ട് കാര്യങ്ങളെ അപഗ്രഥിച്ചും വിലയിരുത്തിയും ആണെങ്കിൽ അല്ലാഹു നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു എന്നത് മാത്രമല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഏതു തെരഞ്ഞെടുക്കുന്നതിനെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്നുകൂടി നമ്മൾ പരിഗണിക്കണം. അപ്പൊ അത് പരിഗണിക്കുമ്പോൾ അല്ലാഹു തആല പൊരുത്തപ്പെട്ടത് റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിന് നിങ്ങൾക്ക് മതമായി ഞാൻ പൊരുത്തപ്പെട്ടു എന്നാണ് പടച്ചവന്റെ പ്രഖ്യാപനം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് കാണാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമും ആവുന്നു. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തെ ഒരാൾ മതമായി അംഗീകരിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോവുകയും പരലോകത്ത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അവൻ ആഴ്ത്തപ്പെടുകയും ചെയ്യും. ഇതൊക്കെ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ഒന്നിനും ഒരാളെയും ജബർ ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനവൻ തന്നെയാണ് എന്ത് ചെയ്യണത്? അവനവനുള്ള കുരുക്ക് മുറുക്കുന്നതും അതേപോലെ തന്നെ രക്ഷപ്പെടാനുള്ള വഴി സെലക്ട് ചെയ്യുന്നതും എന്നാണ്. എന്നിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഈ മതത്തിൽ അങ്ങനെ നിർബന്ധിച്ച ആളെ ചേർക്കുന്ന പോളിസിയേ ഇല്ല. മറിച്ച് ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസിക്കും, നിങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അഥവാ അതിന്റെ ബെനിഫിറ്റും അതിന്റെ സുഖവും സന്തോഷവും അതിന്റെ പേരിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അതിന്റെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളും ഒക്കെ നിങ്ങളെ വല്ലാത്ത സന്തോഷത്തിലെത്തിക്കും. അതേസമയത്ത് വൈൻ അസഅതും ഫലഹ, നിങ്ങൾ തിന്മയുടെയും തെറ്റിന്റെയും റൂട്ടിലൂടെ സഞ്ചരിക്കാനാണ് പരിപാടിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരാവുന്ന അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അപ്പൊ അത് ആ പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്ക് ശിക്ഷയുടെ രൂപത്തിൽ നിങ്ങളെ കാർന്ന് തിന്നുമ്പോൾ അപ്പം മോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും സുതാര്യമായ നിലപാട് എന്നർത്ഥം. ഇത്ര സുതാര്യമായ നിലപാട് സ്വീകരിച്ച ഒരു മതം, ആ മതത്തെ നോക്കിയിട്ട് വാളുകൊണ്ട് ആളുകളെ നിർബന്ധിച്ച് മതത്തിൽ ചേർക്കണ ശിഷ്ടായിരുന്നു ഇവർക്ക് എന്നാരെങ്കിലും പറഞ്ഞാൽ, കഥയില്ലായ്മക്ക് കയ്യും കാലും വെച്ചാൽ ഇങ്ങനെയുള്ള വിമർശകരാകുമെന്നല്ലാതെ എന്തു പറയാൻ പറ്റും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏതായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തങ്ങളിലൂടെ 45 മുതൽ 48 കൂടിയ സൂക്തങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണ്? ഇമാം റാസി റളിയല്ലാഹു അൻഹു എടുത്ത തഫ്സീറിൽ പറഞ്ഞു, ലമ്മ തകല്ലമ ഫിൽ ആയത്തിൽ മുതഖദ്ദിമത്തി ഫിൽ മസായിലിൽ ഇലാഹിയ, കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹുവിന്റെ ആരാധ്യനാണ് അള്ളാഹു, അവനാണ് എല്ലാത്തിന്റെയും അധികാരി, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അവന്റെ വിശുദ്ധി വാഴ്ചിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിങ്ങനെ അള്ളാഹു ആരാധ്യനാണ്, അവനേ ആരാധ്യനുള്ളൂ എന്നതിൻ്റെതായിട്ടുള്ള ആശയങ്ങൾ സ്ഥിരീകരിച്ചപ്പോൾ തകല്ലമ ഫീ ഹാദിഹിൽ ആയ, ഈ സൂക്തത്തിൽ അല്ലാഹു തആല സംസാരിക്കുകയാണ് ഫീമാ യതഅല്ലഖു ബിതഖ്രീരിൻ നുബുവ്വ,
പ്രവാചകത്വത്തിന്റെ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്, ദൂതരാണ് എന്നതിന്റെ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെയും പല കാര്യങ്ങളും അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് അത് ആവർത്തിച്ചു പറയുകയാണ് എന്നർത്ഥം. അതായത് ഒരാളും അവ്യക്തതയുടെ പേരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരാണ് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നാണ് ഈ ആവർത്തനം വരുന്നത്. ഈ ആവർത്തനം വാസ്തവത്തിൽ വിരസതയല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ശരിയായ ഈമാനിനെ അരക്കിട്ടുറപ്പിക്കാനുള്ള വ്യഗ്രതയാണ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ജാഗ്രതയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അള്ളാഹു പറയുന്നു, വൈദാ ഖറഅതൽ ഖുർആന, നബിയെ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, തങ്ങളുടെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ നാം ആക്കുന്നതാണ് ഹിജാബൻ മസ്തൂറ, അവരിൽ നിന്ന് തങ്ങളെ മറക്കുന്ന വിധത്തിലുള്ള ഒരു കർട്ടൻ നാം സംവിധാനിക്കുന്നതാണ്. എന്താണ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധന രംഗത്ത് നിന്ന് പിന്മാറ്റാൻ സാധിക്കാതെ നിരാശരായ ശത്രുക്കൾ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയെങ്കിലും അശ്രദ്ധയിലായിരിക്കുന്ന നേരത്ത്, അല്ലെങ്കിൽ തങ്ങളിതൊന്നും ശ്രദ്ധിക്കാത്തൊരു നേരത്ത് അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കിലൂടെ മുത്തുനബിയെ വകവരുത്തണം എന്ന് ആലോചിച്ചു. അപ്പോൾ അതിനവർക്ക് ഏറ്റവും പറ്റിയ സമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നേരത്തായിരിക്കും. കാരണം തങ്ങളുടെ ശ്രദ്ധ 100% അതിൽ തന്നെ ആകുന്ന നേരം. അപ്പൊ ആ നേരത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തു ചെയ്യാൻ പറ്റും? നബി തങ്ങളെ ആക്രമിച്ചാൽ, ഉപദ്രവിച്ചാൽ അവർക്ക് അത് അവരുടെ ആ ഓപ്പറേഷൻ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുമെന്നൊരു ധാരണ അവരുടെ മനസ്സിൽ വരികയാണ്. എന്നാൽ നബിതങ്ങളുടെ നേരെ ദുരുപദിഷ്ടമായ നിലപാടുകളുമായി കടന്നു വരാൻ ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്ക് പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ തന്നെ സാധിക്കാത്ത അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അതാണ് വൈദാ ഖറഅതൽ ഖുർആന, തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, തങ്ങളുടെയും അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ നാം ഉണ്ടാക്കുന്നതാണ് ഹിജാബൻ മസ്തൂറ, അവരിൽ നിന്ന് തങ്ങളെ മറക്കുന്ന ഒരു മറ നാം ഉണ്ടാക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനുള്ള എല്ലാ പദ്ധതിയും തയ്യാറാക്കിയിരുന്നുവല്ലോ മക്കത്തെ മുശ്രിക്കുകൾ. പക്ഷെ ഓരോ പദ്ധതിയും പാളുകയായിരുന്നു. ഒന്നും അവർക്ക് എന്താക്കാൻ സാധിച്ചില്ല, നടപ്പാക്കാൻ സാധിച്ചില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ ഉള്ള ഒരു പഴുതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയില്ല. ഇതാണ് ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം. മനസ്സിലായോ? ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് തങ്ങളുടെ നേരെ ആക്രമണോത്സുകതയോടുകൂടെ കടന്നു വരാനുള്ള അവസരം അല്ലാഹു തആല നിരാകരിച്ചു എന്ന്. ഈ പ്രഖ്യാപനത്തെ, ഈ ആശയത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു സംഗതിയാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വിശുദ്ധ ഖുർആനിൽ തബ്ബത് യദാ അബീ ലഹബ് എന്ന് തുടങ്ങുന്ന ആ അധ്യായം അവതരിച്ചു. അബൂലഹബിനെയും തന്റെ ഭാര്യയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പരിധിവിട്ട പരിഹാസത്തിന്റെയും അതേപോലെ തന്നെ ആക്രമണത്തിന്റെയും ശൈലിയുമായി മുന്നോട്ട് പോയപ്പോൾ അല്ലാഹു തആല കടുത്ത ഭാഷയിൽ അവരെ പറ്റി പറഞ്ഞു. അവരെ പറ്റി പറഞ്ഞപ്പോൾ അബൂലഹബിനെ പറ്റിയും പറഞ്ഞു, ഭാര്യയെ പറ്റിയും പറഞ്ഞു, ഉമ്മു ജമീലിനെ പറ്റിയും പറഞ്ഞു. അപ്പോ ഉമ്മു ജമീൽ എന്ന് പറയുന്ന അക്കാലത്ത് ഏറ്റവും തീവ്രമായി മുത്തുനബിന്റെ വിരോധിയും തങ്ങളെ ആക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ആ പെണ്ണിനത് തീരെ സഹിച്ചില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തങ്ങളെ തെരഞ്ഞു വരികയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടാണ് എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചിട്ടുള്ള വരവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയെ അഖ്ബലത്തു ഹാദിഹി ലഖദ് അഖ്ബലത്തു ഹാദിഹി, അതാ ആ ശല്യം വരുന്നുണ്ടല്ലോ, അൻസറാഖ്, തങ്ങളെ അവർ കണ്ടുപോകുമോ, കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചേക്കുമോ എന്നെനിക്ക് പേടി തോന്നുന്നുവല്ലോ. അപ്പൊ മുത്തുനബി പറഞ്ഞു, ഇന്നഹാലൻ ചറാനി, എന്നെ അവർക്ക് കാണാനാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഖറഅ ഖുർആനൻ ഇഅ്തസമ ബിഹി മിൻഹാ,
ഖുർആനിലെ ചില ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പാരായണം ചെയ്തു. ആ വിഷയവുമായി സൂചിപ്പിച്ചുകൊണ്ടാണ് വൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ. അവരുടെയും തങ്ങളുടെയും ഇടയിൽ തങ്ങളെ അവർക്ക് കാണാൻ പറ്റാത്തൊരു മറ അല്ലാഹു സംവിധാനിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് ഫജാഅത്ത് ഹത്താ ഖാമത്ത് അലാ അബീ ബക്കർ. ആ ഉമ്മു ജമീൽ എന്ന് പറയുന്ന പെണ്ണ് വന്ന് സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് നിന്നു. സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് പക്ഷെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കണ്ടില്ല. തൊട്ടടുത്ത് തന്നെ ആര് നിൽക്കുന്നുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ എവിടെ മുഹമ്മദ് നബി എവിടെ എന്ന് ചോദിച്ചു. ചോദിച്ചുകൊണ്ട് അവര് പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു മുദമ്മമൻ അസൈന വഅംറഹു അബൈന വദീനഹു ഖാലൈന. ആക്ഷേപാർഹനായിട്ടുള്ള ഒരു നിലക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മുഹമ്മദ് നബിയെ നാം എതിർക്കുന്നു, അവരുടെ കൽപ്പനയെ നാം നിരാകരിക്കുന്നു. അതേപോലെ മുഹമ്മദ് നബി എന്തു പറഞ്ഞാലും അതിനെ നമ്മൾ വിസമ്മതിക്കുന്നു. മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്ന മതത്തോടുള്ള ഈർഷ്യതയും വെറുപ്പും നമ്മൾ പ്രകടിപ്പിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഖുറൈശി കുടുംബത്തിലെ ലീഡേഴ്സിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ മകളാണ് എന്ന് ഇവിടുത്തെ ഖുറൈശിയൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്റെ സ്വാധീനം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരിച്ചുപോയി എന്ന് ഇവിടെ കാണാം. വേറെയും കുറെ സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ആയത്തിന്റെ ഒരർത്ഥം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെയും വിശ്വസിക്കാത്തവരുടെയും തങ്ങളുടെയും ഇടയിൽ അവർക്ക് തങ്ങളെ കാണാൻ പറ്റാത്ത ഒരു മറ അല്ലാഹു തആല സംവിധാനിക്കും. അഥവാ തങ്ങളെ ഉപദ്രവിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് തങ്ങളെ കാണാൻ കഴിയില്ല എന്നർത്ഥം. അത് പല സന്ദർഭത്തിലുണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ മുത്തനബിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് വീട് കളഞ്ഞ അന്ന് സൂറത്തു യാസീനിലെ തുടക്കത്തിലുള്ള കുറച്ച് ആയത്തുകൾ പാരായണം ചെയ്ത് മുത്തനബി അവർക്കിടയിലൂടെ ഇറങ്ങി നടന്നില്ലേ, കൂളായിട്ട് പുറത്തേക്ക് വന്നില്ല, അവർക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥം വൈദാ ഖറഅതൽ ഖുർആനെ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തങ്ങളുടെയും സത്യനിഷേധികളുടെയും ഇടയിൽ ഒരു മറ അള്ളാഹു സംവിധാനിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനോ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനോ ഖുർആന്റെ സൗന്ദര്യം ഉൾക്കൊള്ളാനോ പറ്റാത്ത വിധത്തിലൊരു മറ നാം സംവിധാനിക്കുമെന്നാണ്. അല്ലാഹു തആല നേരത്തെ തന്നെ അങ്ങനെ ഒരു മറ ഉണ്ടാക്കി എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടിയായിട്ട് അല്ലാഹു പറഞ്ഞത് വഖാലു ഖുലൂബുനാ ഫീ അകിന്നതിൻ മിമ്മാ തദ്ഊനാ ഇലൈഹി വഫീ ആദാനിനാ വഖറുൻ വമിൻ ബൈനിനാ വബൈനിക ഹിജാബ്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്. അവര് പറയാം ഞങ്ങളുടെ ഹൃദയങ്ങൾ അതൊരു തരം മൂടിയാണ്, നിങ്ങൾ ക്ഷണിക്കുന്നതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ എന്തോ ഒരു മറണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നത് കണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നവർ പരിഹാസപൂർവ്വം പറഞ്ഞിരുന്നു. അപ്പൊ അത്തരമൊരു നിലപാട് അവർ സ്വീകരിച്ചപ്പോൾ ആ നിലപാടിന് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം അല്ലാഹു അവർക്ക് നൽകി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ വിശദീകരണം തന്നെ വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ, അവരുടെ ഹൃദയങ്ങളുടെ മേലിൽ നാം ഒരു തരം മൂടി സംവിധാനിച്ചു. അയ്യഫ്ഖഹൂഹു, വിശുദ്ധ ഖുർആൻ മനസ്സിലാവാത്ത വിധം അവർ ഖുർആൻ മനസ്സിലാവണില്ല. കാരണം ആ ഖുർആൻ മനസ്സിലേക്കാണ് കേറുന്നില്ല. ആ നിലക്കൊരു മൂടി സംവിധാനിച്ചു. വഫി ആദാനിഹിം വഖറൻ, അതേപോലെ അവരുടെ ചെവികളിലും നമ്മളൊരു ഭാരം, ആ ഭാരം കാരണത്താൽ ചെവിയിലേക്ക് അവർക്ക് എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായ വിധത്തിൽ കേൾക്കാനോ സ്വീകാര്യമാകുന്ന വിധത്തിൽ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നർത്ഥം. അത്തരമൊരു രീതി അവരുടേതായിട്ടുള്ള കയ്യിലിരിപ്പിന്റെ ദോഷം കൊണ്ട് അവർക്കുണ്ടായി എന്നർത്ഥം. അതാണ് വല്ലു അല വൈദാ ദക്കർത റബ്ബക ഫിൽ ഖുർആനി വഹദ, തങ്ങൾ അല്ലാഹുവിന്റെ ഏകത്വം ഖുർആനിലൂടെ പ്രഖ്യാപിച്ചാൽ വല്ലു അല അദ്ബാരിഹിം നുഫൂറ, അവർ പുറകിലേക്ക് വിരളി പിടിക്കുന്നവരായ നിലക്ക് പിന്തിരിഞ്ഞു പോകുന്നതാണ്. അതായത് ഖുർആനിൽ അല്ലാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നിബിധങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനോ അത് സ്വീകരിക്കാനോ അത് കേൾക്കാൻ പോലും അവർക്ക് സന്മനസ്സുണ്ടാവില്ല എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു നഹ്നു അഅലമു മാ യസ്തമിഊന ബിഹി, അവർ ശ്രദ്ധിച്ച് കേൾക്കുന്ന അത് എന്താണെന്ന് നമുക്കറിയാം. ഇത് യസ്തമിഊനയിലേക്ക്, തങ്ങളിലേക്ക് അവർ ശ്രദ്ധിച്ച് കേൾക്കുന്ന നേരത്ത്, അതായത് ചില മുശ്രിക്കുകളൊക്കെ ഖുർആൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും, തങ്ങളിങ്ങനെ പറയുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ അവർ നല്ല കേട്ടിപ്പോൾ നന്നാവുന്നുള്ള കണക്കൂട്ടലൊന്നും വേണ്ട. കാരണം അവരെന്താണ് ഉദ്ദേശിച്ച് വന്നിരിക്കുന്നത് നമുക്കറിയാം.
അതേപോലെ വൈദുഹും നജുബ, അവർ പരസ്പരം സംഭാഷണം നടത്തുമ്പോൾ എന്താണ് അവർ പറയുന്നത് എന്നും നമുക്കറിയാം. അതായത് ഖുർആൻ നബിതങ്ങൾ ഓതുന്നത് കേൾക്കും ചിലർ വന്നിട്ട്. അവർ ഖുർആനിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ല, മറിച്ച് ഖുർആനിനെ വിമർശിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാൻ എന്തെങ്കിലും പഴുതു കിട്ടുമോ എന്നായിരിക്കും അവരുടെ ചിന്ത. അപ്പൊ ആ ഉദ്ദേശത്തോടെ ദുഷ്ടലാക്കോടെ വന്നിരിക്കുന്ന ആളുകളെ നമുക്കറിയാമെന്ന് അള്ളാഹു പറയാൻ. ഇത് യഖൂലുൽ ളാലിമൂന, അക്രമികളായ ആളുകൾ പറയുന്ന നേരം, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ സിഹർ ബാധിച്ച, മാരണം ബാധിച്ച പുരുഷനെ മാത്രമാണ് പിന്തുടരുന്നത് എന്ന് വിശ്വാസികളെ നോക്കിയിട്ട് ഈ മസ്ഹൂറായ സിഹർ ബാധിച്ച ആള്, ആ മാരണം പിടിപെട്ടതിന്റെ പേരിൽ എന്തൊക്കെയോ വിളിച്ചു പറയണം, അത് കേൾക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചതിനെ നിരാകരിക്കാനാണ് അവരുടെ വരവ്. അപ്പൊ ആ നിരാകരിക്കുന്ന നേരത്ത് ഖുർആനിൽ എന്തെങ്കിലും ഒരു വാക്കിനെ വിമർശിക്കാൻ വല്ല പഴുതും കിട്ടിയാൽ അത് അതിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്ന ദുഷ്ടലാക്കോടെയാണ് അവർ വന്നിരിക്കുക. അല്ലാതെ ഖുർആൻ കേട്ട് അതിൽ ശരിയുണ്ടെങ്കിൽ ഉൾക്കൊള്ളണം എന്ന സതുദ്ദേശത്തോടെയല്ല. ആ സതുദ്ദേശമോ സതുപദേശമോ അവരെ സ്വാധീനിക്കുന്നുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു നബിതങ്ങളോട് പറഞ്ഞു, തങ്ങൾ മസ്ഹൂറാണ് എന്നവർ ആരോപിച്ചപ്പോൾ, ഉന്നുർ കൈഫ ദറബൂലക്കൽ അംസാല, നബിയെ തങ്ങൾക്ക് എങ്ങനെയാണ് അവർ ഉപമകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കൂ. അതായത് റസൂലുള്ളാഹിനെ പറ്റി ഓരോ സമയത്ത് ഓരോരോ ആരോപണം അവർ ഉന്നയിച്ചു. ചിലപ്പോൾ പറയും നുണ പറയുന്നയാളാണ്, ചിലപ്പോൾ പറയും സിഹർ ബാധിച്ച ആളാണ്, ചിലപ്പോൾ പറയും ജ്യോത്സ്യന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചു. ഒന്നിനും ഉറച്ചു നിൽക്കാത്ത വിധത്തിൽ ആരോപണം ഉന്നയിച്ചതിനെ പറ്റി അള്ളാഹു പറയുന്നത്, തങ്ങൾക്ക് എന്തൊക്കെ ഉപമകളാണ് അവർ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് തങ്ങൾ നോക്കൂ. ഫളല്ലു, അങ്ങനെ അവർ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആ ഉപമ ഒന്നും ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവരാരോപിക്കുന്ന ഒരു പോരായ്മയുമില്ല, ഒരു എററുമില്ല. ഫലാ യസ്തതിഊന സബീല, അങ്ങനെ നബിതങ്ങളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞ ഈ കൂട്ടർ ശരിയുടെ റൂട്ടിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് സാധിച്ചില്ല. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും പവറുമാണ്, നബിതങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയ ആദരവുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും ആദരവും എത്രത്തോളം പ്രകാശിപ്പിക്കുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം നബിതങ്ങളെ എതിർക്കുന്ന ആളുകളോട് അള്ളാഹു എത്രത്തോളം പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് എന്നതൊക്കെ ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതിയാണ്. അള്ളാഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അർഹമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.